നമസ്തേ. രത്നങ്ങൾ വിവിധ വർണ്ണങ്ങളിലും വിവിധ രൂപങ്ങളിലും. അറിയാം രത്നങ്ങളെക്കുറിച്ച് രത്നശാസ്ത്രയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം സാർ. നമസ്കാരം. നമസ്തേ. നമ്മൾ വളരെ കളർഫുള്ളായിട്ടുള്ള എപ്പിസോഡുകളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. രത്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നു. അതുകൂടാതെ നമ്മൾ ധാരാളം വിവരങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തി പോകാറുണ്ട്. ഒരു ഈ കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന ഒരു പ്രേക്ഷകൻ്റെ ഒരു റിപ്ലൈ ആണ്. അതായത് നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളൊരു എപ്പിസോഡാണ്. പണ്ട് എനിക്ക് കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുള്ള പാലക്കാട് നിന്നുള്ളൊരു പ്രേക്ഷകൻ നമ്മളോട് പറഞ്ഞു. യെല്ലോ സഫയറിനെ കുറിച്ച് പലയിടത്തും ഇതിനെക്കുറിച്ച് പല വിവരങ്ങൾ കേട്ടിട്ടുണ്ട്. ഇൻ്റർനെറ്റിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതിനെക്കുറിച്ച് കുറേ വായിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു അറിവ് കിട്ടിയത്. അതെ, അദ്ദേഹം എഴുതിയിരുന്നത് ഇതാണ്: രത്നങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഒന്നാന്തരം ഒരു പ്രോഗ്രാമാണ് രത്നശാസ്ത്രം. അദ്ദേഹത്തിന് ജനം ടി വി ആയിട്ടും അതിൻ്റെ തലപ്പത്തുള്ള ചില ആൾക്കാരുമായിട്ടൊക്കെ വളരെ ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ആരൊക്കെയാണെന്നൊന്നും പറഞ്ഞിരുന്നില്ല. എനിക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ യെല്ലോ സഫയറിനെ കുറിച്ച് പറഞ്ഞത് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാൻ കോട്ടയത്ത് വരുമ്പോൾ സാറിനെ ഒന്ന് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് രത്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് കേവലം നമ്മൾ രത്നങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻസും ഈ രത്നങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. കൈകാര്യം ചെയ്യുമ്പോൾ തേഞ്ഞു പോകുന്നതും പെട്ടെന്ന് ഉടവ് പറ്റാൻ പറ്റുന്ന രത്നങ്ങൾ ഇങ്ങനെ. ഇപ്പോൾ ഞാൻ വാങ്ങി ധരിച്ചിരിക്കുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന രത്നമാണോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഒക്കെ ഉള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. ആരും പറഞ്ഞു തന്നില്ലെങ്കിലും അവർ ചോദിച്ച് മനസ്സിലാക്കുമോ എങ്ങനെ ചെയ്ത് വേണം രത്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ എപ്പിസോഡുകളിൽ ഈ പ്രോഗ്രാം ഓരോ പ്രേക്ഷകരെയും ഈ രീതിയിലൊക്കെ അവർക്ക് ഉപകാരപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കത് വളരെ ഹെൽപ്ഫുൾ ആകുന്നുള്ളത് അറിയുന്നതിൽ നമുക്ക് തന്നെ വലിയ ഒരു സന്തോഷം ഒക്കെ തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. അതെ അതെ അതെ. എനിക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ കളർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ വിവിധ വർണ്ണങ്ങളിലുള്ള രത്നങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഈ കളറ് അല്ലെങ്കിൽ വിവിധ വർണ്ണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ച ഒരു സംശയം ഒന്ന് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ബ്ലൂ സഫയർ പോലെ തന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ കളറിൽ വരുന്ന ഒരു രത്നത്തെക്കുറിച്ച് ഒരു പ്രേക്ഷകനെ അയോലൈറ്റ് എന്ന് പറയുന്ന രത്നത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അയോലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റോൺ ഓഫ് വിഷൻ, സ്റ്റോൺ ഓഫ് വിഷൻ, വാട്ടർ സ്റ്റോൺ എന്ന് പറയും. ഓക്കെ. അതായത് ഒരു മിക്സർ ഓഫ് അയൺ ആൻഡ് മാഗ്നീഷ്യം സിലിക്കേറ്റ്. ആ സ്റ്റോണിൻ്റെ ഒരു പ്രത്യേകത. മാഗ്നീഷ്യത്തിൻ്റെ ലെവലൊക്കെ അതിനകത്ത് നന്നായിട്ട് ഉള്ള ഒരിതാണ്. ഒരു പർപ്പിൾ കളറുള്ള സ്റ്റോണാണ്. ഒരുപാട് സവിശേഷതകൾ ഉണ്ട് ഈ സ്റ്റോണിന്. ഒരു ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള സ്റ്റോണാണ്. ശരിക്കും നമ്മളെ ത്രോട്ട് ചക്ര ആയിട്ട് കണക്റ്റഡ് ആണ് അതിൻ്റെ കളർ. ത്രോട്ട് ചക്രയായിട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റ്യൂഷൻസ് നമുക്ക് കിട്ടാനായിട്ട്. ബ്ലൂ സഫയറിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് രത്നങ്ങളിൽപ്പെടുന്ന ഒരു പ്രമുഖ രത്നം എന്ന് തന്നെ പറയാം. അമെത്തിസ്റ്റ് പോലെ തന്നെ. അമെത്തിസ്റ്റ്, അയോലൈറ്റ് ഒക്കെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് നന്നായിട്ടുള്ള രത്നങ്ങളാണ്. എനിക്കൊന്ന് മുമ്പുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ അമെത്തിസ്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തിരുന്നു. ഒരു ഡീടോക്സിഫിക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോണാണ് നമ്മൾ പറയുന്നത്. അതുപോലെ നമുക്കുണ്ടാകുന്ന അഡിക്ഷൻസിനെ പുറത്തു വരാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നു. അമെത്തിസ്റ്റിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. അമെത്തിസ്റ്റും അയോലൈറ്റ്സും ഒക്കെ നമുക്കൊരു ഡീടോക്സിഫിക്കേഷൻ ആണ് തരുന്നത്. മെഡിസിനിലാണ് തരുന്നത്. നമ്മൾ അറിയുന്നില്ല അത്. നമ്മളൊരു കല്ല് വാങ്ങിയിടുമ്പോൾ നമ്മൾ അത് അറിയുന്നില്ല അത് എത്രമാത്രം അതിനകത്ത് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ മാറ്റങ്ങൾ വരുന്നുണ്ട്, പ്രത്യക്ഷത്തിലുള്ള മാറ്റം. ആൾക്കാരെപ്പോഴും കല്ല് വാങ്ങി ധരിച്ചാൽ ഇൻക്രിമെൻ്റ് കിട്ടിയില്ല, അങ്ങനെ കണക്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുകയേ ചെയ്യരുത്. അത് പ്രവർത്തിക്കുന്നത് വേറെ പല രീതികളിലായിരിക്കും. അത് പ്രവർത്തിക്കുന്ന വിവിധ തരത്തിലായിരിക്കും. നമുക്ക് ശാരീരികമായിട്ടുള്ള പല കാര്യങ്ങളും കറക്ഷൻസ് വരും. പല രത്നങ്ങളിലും അടങ്ങിയിരിക്കുന്ന കണ്ടൻസ് അതാണ്. ഓക്കെ. ഇപ്പോൾ കോറൽസൊക്കെ ഉപയോഗിക്കുമ്പോൾ കാൽഷ്യമാണ് നമുക്ക് കിട്ടുന്നത്. കാൽഷ്യം നമുക്ക് ശരീരത്തിനും ശക്തിയും
രക്തത്തെ മനസ്സിന് ബലം, റെഡ് കോറൽസ് പവിഴം അനുയോജ്യമായവർക്ക് കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം അത് എപ്പോഴും പ്രത്യേകം ഞാനെപ്പോഴും സൂക്ഷിക്കണം. പ്രത്യേകം പറയുന്നതാണ്. അനുയോജ്യമാണെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞു ഈ അയലോയിറ്റ് എന്ന് പറയുന്ന സ്റ്റോണ് ബ്ലൂ സഫയറിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഉപരത്ന കാറ്റഗറിയിൽ വരുന്ന ഒരു രത്നമാണെന്ന് പറഞ്ഞു. ഇപ്പം ബ്ലൂ സഫയർ ഒരു 2 ക്യാരറ്റ് അല്ലെങ്കിൽ 3 ക്യാരറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ അയലോയിറ്റിൻ്റെ ഒരു സ്റ്റഡോ അല്ലെങ്കിൽ ഒരു പെൻഡൻറ്റോ അങ്ങനെ ഉപയോഗിക്കുന്നതിന് പിന്നെ തീർച്ചയായിട്ടും അതൊരു ക്ലെൻസിങ്ങോടെ നടക്കും. ഒരു പ്രോസസ്സ്, ക്ലെൻസിങ് പ്രോസസ്സ് നടക്കും. അപ്പോൾ നമുക്കൊരു സഫയർ യൂസ് ചെയ്യുമ്പോൾ ബ്ലൂ സഫയർ ഞാൻ കല്ലിട്ടിട്ടുണ്ടല്ലോ, ഒരു ബ്ലൂ സഫയർ ഉണ്ടല്ലോ, ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ. നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട്. അതെ, ഞാനിപ്പോൾ ഇന്നിപ്പോൾ പഴം കഴിക്കുന്നുള്ളൂ, പിന്നെന്തിനും ഇപ്പോൾ ഒരു ഓറഞ്ച് എടുത്ത് കഴിക്കേണ്ട കാര്യം അങ്ങനെ ചിന്തിക്കുമോ ആരെങ്കിലും? ഇല്ല, ചിന്തിക്കാൻ പാടില്ല. എപ്പോഴും ഇതിൻ്റെയൊക്കെ മിക്സറുകൾ ഉപയോഗിക്കും. ഇപ്പോൾ ജ്യൂസൊക്കെ വരുന്ന ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബെറീസിൻ്റെയൊക്കെ ജ്യൂസ് വരും. മിക്സപ്പ് ചെയ്ത് കഴിക്കണം നമ്മൾ. ഇപ്പോൾ 2 ദിവസം ക്യാരറ്റ് ജ്യൂസ് കഴിച്ചാൽ വേണമെങ്കിൽ ഒരു 2 ദിവസം ഓറഞ്ച് ജ്യൂസ് കഴിക്കാം, മാറി മാറി കഴിക്കുക, ഒരുമിച്ച് കഴിക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാതെ. ഇതെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു ആയിരിക്കണം എന്ന് മാത്രം, നാച്ചുറൽ ആയിരിക്കണം എന്ന് പറഞ്ഞ പോലെ ഈ ഇതിനാകുമ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഈ നല്ലോണം മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അയോലൈറ്റ്, അമെത്തിസ്റ്റൊക്കെ വളരെയധികം ഗുണം ചെയ്യും. ഇപ്പോൾ അതുപോലെ തന്നെ സാറ് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇത് ത്രോട്ട് ചക്രയായിട്ടും കൂടെ കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു ത്രോട്ട് ചക്രേനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു രത്നം ഹെൽപ്ഫുൾ ആണ് അല്ലേ? അത് നല്ല പ്രാണായാമം, നല്ല ബ്രീത്തിങ് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുകയും ഹൈലൈറ്റ്സ് ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴും കുറച്ചും കൂടെ എഫക്റ്റ് വരും. പല കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഇൻവോൾവ് ചെയ്യണം. ഒരു കാര്യം മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വെള്ളം കുടിക്കുക മാത്രം കൊണ്ട് മനുഷ്യന് ജീവിച്ചു പോകാൻ പറ്റുമോ? ഇല്ല. അതുപോലെ സൂര്യപ്രകാശം കിട്ടണം, വ്യായാമം വേണം, വായു സഞ്ചാരം നല്ലത് വേണം, നല്ലോണം നല്ല ശുദ്ധജലം വേണം. ഇതെല്ലാം വേണ്ടേ? അല്ലാതെ ചോറും കറിയും മാത്രം വെള്ളം കുടിച്ച് നമുക്ക് ഒരാൾക്ക് നിൽക്കാൻ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റില്ല, അതിന് ആയുസ് കിട്ടത്തില്ല. നമ്മളിപ്പം വളരെ കളർഫുള്ളായിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ഒരു രത്നത്തെക്കുറിച്ചുള്ള ഒരു വിവരം പ്രേക്ഷകരോട് നമ്മൾ പങ്കുവച്ചു, അയലോയിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്ത് വന്നിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശനിയുടെ പ്രത്യേകതകളെക്കുറിച്ചും 7.5 ശനിയെക്കുറിച്ചൊക്കെ മുമ്പുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യം ഈ ശനിയുടെ ഒരു ഉച്ച സ്ഥിതിയെക്കുറിച്ച് അല്ലെങ്കിൽ എക്സോൾഷൻ അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഈ ശനിക്ക് അത് നീചപ്പെട്ടു പോയാലുള്ള ആ കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡെബിലിറ്റേഷൻ സംഭവിച്ചാൽ? അത് നമ്മളെ ഏത് ഗ്രഹങ്ങൾക്കും അവരുടെ ഉച്ചരാശിയുടെ 7th രാശി അവർക്ക് നീചമാണ്. ഓക്കെ, തുലാം രാശിയിൽ ശനി എക്സോൾട്ടർ ആണെങ്കിൽ അതിൻ്റെ 7th രാശി എന്ന് പറയുന്നത് മേടമാണ്. മേടത്തിൽ ഡെബിലിറ്റേഷൻ സംഭവിക്കുന്നു, നീചപ്പെട്ടു പോകും. മേടം എന്ന് പറയുന്നത് ചൊവ്വയുടെ സൈനും കൂടെയാണ്, ചൊവ്വയുടെ ഹൗസാണ് അത്. ഓക്കെ, മേടം എന്ന് പറയുന്നത് അവിടെ സൂര്യൻ എക്സോൾട്ടറാണ്, ചൊവ്വയുടെ സ്വക്ഷേത്രമാണ്. അവിടെയാണ് ശനി നീചപ്പെട്ടു പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നത് ചോദിച്ചാൽ വളരെ സ്പീഡി പ്ലാനറ്റ്സാണ് ചൊവ്വയും സൂര്യനും ഒക്കെ. പെട്ടെന്ന് ആക്ടിവേഷൻ. ശനി കുറച്ച് സ്ലോയിൽ മന്ദഗതിയിൽ പോകുന്നതും, ശനി വളരെ നോക്കിയും കണ്ടും ആലോചിച്ചും അങ്ങനെ നിന്ന് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഒരു മെച്ചുവേർഡാണ്. കാര്യം നമുക്ക് ശനിയെക്കുറിച്ച് ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. 7.5 ശനി കണ്ട ശനിക്ക് ഒരുപാട് ഗുണങ്ങളും സവിശേഷതകളും അതിൻ്റെ ക്യാരക്ടറിലുണ്ട്. അത് പല പൊസിഷനിൽ വരുമ്പോഴാണ് ഈ പറയുന്നത് പോലെ നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നത്. മനുഷ്യനും ചില സാഹചര്യങ്ങളിലൊക്കെ നല്ല സമാധാനപ്രിയരായിട്ടൊക്കെ ജീവിക്കുകയല്ലേ. ഇന്നിടത്ത് പോയി ഞാൻ ജോലി ചെയ്ത 3 വർഷക്കാലം അവിടെ എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു പറയുന്ന പോലെ ഇങ്ങനെയാണ് ഓരോ ഗ്രഹങ്ങൾക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം ഈ റെഡ് പ്ലാനറ്റ്സ്, റെഡ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൗസാണ് മേടം. കാരണം അവിടെ സൂര്യൻ എക്സോൾഷൻ ഉണ്ട്, ചന്ദ്രൻ ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രം, ഓൺ ഹൗസാണ്, റെഡ് എനർജിയാണ്. അപ്പം അതിൽ ഈ ബ്ലൂ എനർജിക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത്ര ചട്ടപ്പട്ടയെന്ന് ചൊവ്വയാണെങ്കിൽ മിനിറ്റ് വെച്ച കാര്യങ്ങൾ, കാരണം ഒരു സേനാധിപതിയാണല്ലോ, സഡൻ ആക്ഷൻസ് ആണ്. സൂര്യനാണേലും മോശമല്ല. അപ്പം അവിടെ ഡെബിലിറ്റേഷൻ സംഭവിക്കുന്നു. ഡെബിലിറ്റേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഉള്ള ശനിയുടെ ദശാകാലങ്ങൾ
ഈ പറഞ്ഞ ഏഴര ശനി, കണ്ട ശനി, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇതിലൊക്കെ വരുമ്പം ഈ നമുക്ക് നീചപ്പെട്ട് നിൽക്കുന്ന ശനി നമ്മളെ കുറച്ചൊന്ന് വിഷമിപ്പിക്കും. എൻ്റെ നീചാവസ്ഥ ഒരു വിഷമ കാലഘട്ടത്തിൽ കൂടെ ചിലപ്പം കടന്നു പോകാനായിട്ട് കുറച്ച് കാലഘട്ടമെങ്കിലും കടന്നു പോകാനായിട്ട് ശനിയുടെ 19 വർഷമാണെങ്കിലും 19 വർഷം എത്ര മോശമായി നിൽക്കുന്ന ആൾക്കും അങ്ങനെയൊന്നും അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ഒരു ആവറേജ് നോക്കുമ്പോൾ കുറച്ച് മോശമായിട്ട് തന്നെ കാണും. നാട് വിട്ടൊക്കെ പുറത്ത് പോയി കഷ്ടപ്പെട്ടു ഒക്കെ നിന്നങ്ങനെ വർഷങ്ങളൊക്കെ പോകുമല്ലോ. അതൊക്കെ ചിലപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സംഭവിക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ശനിയുടെ ഈ നീചാവസ്ഥയ്ക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മേടം രാശിയിലാണല്ലോ ഇത് നീചപ്പെട്ടിരിക്കുന്നത്. മേടം രാശി നമ്മുടെ ശിരസ് ഭാഗമാണ്, കാലപുരുഷൻ്റെ ശിരസാണ് മേടം രാശി. അപ്പോൾ തല സംബന്ധമായിട്ട് ബ്രെയിന്, തലച്ചോറ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഫേസ് ആണിത്. പക്ഷെ അതിൽ ഈ മേടം രാശിയിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മറ്റ് റോങ് കൺജക്ഷൻസ് എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിന് പ്രാണായാമവും ബ്രീത്തിങ് എക്സസൈസും അതിന് മസ്റ്റാണ്. നല്ല ഓക്സിജൻ കയറി ഇറങ്ങണം, നല്ല പ്രാണവായു കയറി ഇറങ്ങണം. എപ്പോഴും നല്ല ബ്രീത്തിങ് ചെയ്ത് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ നമ്മളുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയ്ക്കണം. അല്ലെങ്കിൽ പ്രഷർ വരിക, പിന്നെ അതിൻ്റെ അങ്ങേറ്റം പോകുമ്പോൾ സ്ട്രോക്കിലോട്ട് പോവുക. കാരണം ഇത് ഇവിടെയായിരിക്കും ആളെ കൂടുതലും അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത. ഈ 12 ഹൗസസും നമ്മുടെ കാലപുരുഷൻ്റെ ഓരോ അവയവം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ അവയവങ്ങളാണ്. ആ ഹൗസസിൽ ഏതൊക്കെ ഹൗസിൽ ഏതൊക്കെ ഗ്രഹം നിൽക്കുന്നുണ്ടോ അത് ഇന്ന രോഗത്തിൻ്റെ ഉള്ള സൂചനയും കൂടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ആയുർവേദ ആചാര്യന്മാർ ജാതകം കൂടെ നോക്കിയിട്ടായിരുന്നു ഒരു മരുന്ന് കുറിച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ ആയുർവേദവും ജ്യോതിഷവും ഒക്കെ കോർത്തിണങ്ങി പോകുന്ന ഒരു ഒറ്റ കണ്ണിയിൽ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ മേടൻ രാശിയിൽ വളരെ നീചസ്ഥിതിയിൽ നിൽക്കുന്ന ഒരാളുടെ ചാർട്ട് എൻ്റെ ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് തന്നെ നമുക്കെന്ന് പറയുന്നത് പുള്ളി മേട ലഗ്നവും കൂടെയാണ്. ഓക്കെ. പിന്നെ മേടക്കൂറുമാണ് പുള്ളി. മേടലഗ്നവുമാണ്, മേടക്കൂറുമാണ്. ചൊവ്വയ്ക്ക് പുള്ളിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ചൊവ്വയുടെ കൂറുകാരനാണ്. ലഗ്ന മേടം ചൊവ്വയുടെ തന്നെയാണ്. അപ്പം കർമ്മം എന്ന് പറയുന്നത് പുള്ളിയുടെ 10th ഹൗസ് എന്ന് പറയുന്നത് മകരമാണ്. മകരവും കുംഭവും ശനിയുടെ ഹൗസസാണ്. അപ്പോൾ ഈ 10th ഹൗസിൽ ശനിയുടെ ഹൗസ് ആയതുകൊണ്ട് ഇദ്ദേഹം മെറ്റൽ, ഇരുമ്പ്, മോട്ടോർ വെഹിക്കിൾസ്, അതിൻ്റെ സർവീസ്, അതിൻ്റെ ഡെൻറ്റിങ്, അതിൻ്റെ പെയിൻറ്റിങ്, അതിൻ്റെ കാര്യങ്ങൾ ഒക്കെയായിട്ട് കൈകാര്യം ചെയ്യുന്നു പോകുന്ന ഒരു മേഖലയിലാണ്. മേഖലയെന്ന് വെച്ചാൽ പുള്ളിയുടെ തന്നെ ഓണ്. കാരണം ഓണെന്ന് പറയുന്നത് 10ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ സ്വന്തമായിട്ടായിരിക്കും കർമ്മം ചെയ്യുന്നത്. ഇപ്പം ജോലിയിൽ വേണമെങ്കിലും പോകാൻ സ്വന്തമായിട്ട് പഠിച്ച് അങ്ങനെ കയറിപ്പോയി ചെയ്യുന്നവരുണ്ട്. ലഗ്നാധിപൻ എന്ന് പറഞ്ഞാൽ ലഗ്നം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണല്ലോ. 10ാം ഭാവാധിപൻ എന്നിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ കർമ്മമായിട്ട് ബന്ധപ്പെട്ട് വളരെ വളരെ ഹാർഡ് വർക്കിങ്ങും ഡിറ്റർമിനേഷനും അതെല്ലാം ഉണ്ട്. നല്ല വർക്കഹോളിക്കായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ 10ാം ഭാവാധിപൻ ശനി ഇതുപോലെ നിൽക്കുന്നതാണ്. പുള്ളിക്ക് ആ വക കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് വന്നെങ്കിലും അതുപോലെ തന്നെ പുള്ളിക്ക് ചൊവ്വയുടെ പീരീഡാണ് പുള്ളി ഏറ്റവും ടോപ്പ് ലെവലിലെത്തിയത്. കാരണം ലഗ്നാധിപനും കൂറിൻ്റെ അധിപനും ചൊവ്വയായതുകൊണ്ട് ആ ഒരു പീരീഡ് വളരെ നന്നായിട്ട് പോകും. അപ്പോൾ ചൊവ്വയുടെ 4th ഹൗസിലാണ് എങ്കിൽ പോലും ആ സമയത്ത് ലാൻഡ്, പ്രോപ്പർട്ടി ഒക്കെ ആൾക്ക് കൂടുതലുള്ളതായിട്ട് നല്ലൊരു ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ ആ ചൊവ്വയുടെ ഡ്യൂട്ടി അവിടെ ചെയ്തു. അതിനുശേഷം സംഗതി രാഹുർദേശയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അപ്പ് ആൻഡ് ഡൗൺസ് വന്നു. ശനിയുടെ നീചസ്ഥിതി എപ്പോഴും അത് കുറച്ച് കാണിക്കുമല്ലോ. അപ്പോൾ ബിസിനസ് തന്നെ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ 7.5 ശനി സ്റ്റാർട്ടിങ്ങുമാണ്. ശനി തുടങ്ങുകയാണ്. വളരെ ടഫായിട്ടുള്ള ഒരു ടൈമിൽ കൂടെ ആണ് പോകുന്നത്. അപ്പോൾ ശനിയുടെ ഉച്ചരാശി തുലാമും നീചരാശി മേടമാണ്. രണ്ടും ഓപ്പോസിറ്റ് തരത്തിലുള്ള ഫലങ്ങളായിരിക്കും ആൾക്ക് കൊടുക്കുക. അല്ല,
ഈ രണ്ട് പ്ലാനറ്ററി പൊസിഷൻസ് ഒരാൾക്ക് കർമ്മം കൊണ്ട് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെങ്കിൽ മറ്റൊരാൾക്ക് കർമ്മം ഒരു വലിയ ചലഞ്ചായിട്ട് പോകും, ചലഞ്ചായിട്ട് നിൽക്കും. ബാക്കി കുറേ പ്ലാനറ്ററി പൊസിഷൻസൊക്കെ ഇദ്ദേഹത്തിന് വ്യാഴം ഒക്കെ കുറച്ച് അനുകൂലമാണ്. അതുകൊണ്ട് ഭാഗ്യം കൊണ്ടും ഭാഗ്യാധിപന വ്യാഴം അങ്ങനെ പല കാര്യങ്ങളും ലാസ്റ്റ് മിനിറ്റിൽ ഒക്കെ നേടിയും പിടിച്ചു നിൽക്കും. പക്ഷേ ഈസി ആയിട്ടുള്ള ഒരു ജീവിത രീതിയല്ല ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇനി ആള് 7.5 ശനിയിലേക്കുള്ള ആ ഒരു തുടക്കമാണെന്ന് പറഞ്ഞല്ലോ. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ആൾക്ക് 7.5 ശനി രാഹുർദശ, രാഹു 12 നിൽക്കുന്നു. 7.5 ശനി സ്റ്റാർട്ട് ചെയ്യുന്നു. തന്നെയല്ല രാഹു കേതുക്കളുടെ ഇടയിലെ ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നതിന് കാലസർപ്പദോഷം എന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രിയൊക്കെ വെച്ച് പുള്ളി 100% കാലസർപ്പദോഷമുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ എല്ലാം കോൺസെൻട്രേറ്റഡ് ആയി. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന വരയ്ക്കേണ്ട ഇത് നേരെ അതിന് ക്രോസ് വന്നപ്പോൾ സൈഡിൽ ബ്ലാങ്ക് ആയിപ്പോയി. അപ്പോൾ ഉന്തിയും തള്ളി മേളിൽ കൊണ്ട് കയറ്റി പിന്നെയും പഴയ പോലെ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്ന പോലെ ഒരു ലൈഫ് ഇദ്ദേഹത്തിന് സംഭവിക്കുക. ഈ ബർത്ത് കർമ്മ പ്രീവിയസ് കർമ്മ എഫക്റ്റാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറേയൊക്കെ നമുക്ക് അനുഭവിക്കും, കുറേയെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം എല്ലാ ഗ്രഹങ്ങളും വ്യാഴമൊക്കെ നന്നായിട്ട്, വ്യാഴവും ചൊവ്വയൊക്കെ നന്നായിട്ട് ഇതുണ്ട്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞ കോറൽസ്, യെല്ലോ സഫയർ ഇങ്ങനെയുള്ള സ്റ്റോണുകൾ ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ചൊവ്വയുടെ ആ ഒരു പീരീഡിലൊക്കെ ആൾക്ക് മാക്സിമം ആ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിപ്പം ആൾക്കൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെയാണ് ആൾ കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ 7.5 ശനിയും കൂടെ ആൾക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ഇനിയുള്ള മുമ്പോട്ടുള്ള കുറച്ച് സമയവും ആൾക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ആ ചാറ്റിൽ പറഞ്ഞത്. പിന്നെ കാലസർപ്പദോഷം, ശനിയുടെ നെഗറ്റിവിറ്റി. ശനി എക്സോൾട്ടഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് ഈ ശനിയുടെ ദശാകാലങ്ങളും നല്ലതായിരിക്കും. മറ്റേ 7.5 ശനി പോലുള്ള കാര്യങ്ങളൊക്കെ വന്നാലും അവർക്കൊരു ഇത് വരും. ഇനി നല്ലൊരു ദശാകാലത്തിലായിരുന്നു ഇദ്ദേഹം നിന്നിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു ദശാകാലത്ത് നിന്നാലും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ അത് നാച്ചുറലി സ്വാഭാവികമായിട്ട് നമുക്ക് ലൈഫിൽ വരുന്ന ഒരു വ്യത്യാസം എന്നുള്ളതേ ഉള്ളത്. പിന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ സാറ് പറഞ്ഞു ആൾക്ക് റെഡ് കോറൽസും അതുപോലെ തന്നെ യെല്ലോ സഫയറും ഉപയോഗിക്കാനാണ്. അതായത് ചൊവ്വയുടെ രത്നവും ആ വ്യക്തി പിന്നെ വ്യാഴവും ആളെ നല്ലത്. ചൊവ്വ പുള്ളിക്ക് സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് പുള്ളി ഇതെല്ലാം പിടിച്ചു നിൽക്കുന്നത്. നമ്മൾ പിടിച്ചു നിൽക്കണമല്ലോ. അത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം റെഡ് കോറൽ ഇടുമ്പോൾ പുള്ളിക്ക് ഭയങ്കര സ്ട്രെങ്ത് വരും. എന്ത് കാര്യങ്ങളും വന്നാലും ഫേസ് ചെയ്യാൻ. ഇപ്പോൾ ഈ ബിസിനസ്സിലൊക്കെ ആൾക്കാർക്ക് പാളിച്ചകൾ വരുമ്പം അവർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്കുണ്ട്. കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സോഴ്സ് ചെയ്തിട്ട് പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. ബിസിനസ്സിലൊരു ഡൗൺഫോൾ വന്നാൽ കടം കൊടുത്ത ആൾ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, ക്ലിയറായിട്ട് സംസാരിക്കത്തില്ല. അതിൽ നല്ല ഒളിച്ചു ഓടുമ്പോൾ പിന്നെ ട്രബിളിലേക്കാണ് പോകുന്നത്. ഒരിക്കൽ പോലും ഒരു ബിസിനസ് മാൻ ഫോൺ എടുക്കണം. ഏത് സാഹചര്യത്തിലാണേലും സംസാരിച്ച് ക്ലിയർ ചെയ്താൽ മതി. എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്, ഞാനത് ക്ലിയർ ചെയ്തോളാം, എപ്പോൾ വിളിച്ചാലും ഞാനുണ്ട് കേട്ടോ, ഞാനിവിടെ തന്നെ ഉണ്ട്. നല്ലതല്ലേ? അങ്ങനത്തെ ആറ്റിറ്റ്യൂഡല്ലേ വേണ്ടത്. അതെ, ആ ഒരു രീതിയിൽ അതിനെ ഫേസ് ചെയ്യാനായിട്ട് ആൾക്ക് പറ്റും. അപ്പോൾ ഈ ഒരു ചൊവ്വയുടെ രത്നം കൂടെ ഒക്കെ കൊടുക്കുമ്പോൾ ആൾക്ക് ആ ഒരു ഇതുണ്ടാവും, ഒരു മനോബലം ഉണ്ടാവും. ആര് സംസാരിച്ചാലും വിളിച്ചാലും ഫോൺ എടുക്കണം, ആ കാര്യങ്ങളെല്ലാം ചെയ്യും കൃത്യം. അപ്പോൾ ഒരു വഴി ഉണ്ടാവും. അപ്പോഴത്തേക്ക് ഒരു വഴി തുറന്നു വരും. നമ്മൾ തന്നെ ചിന്തിക്കില്ല, ഫോൺ എടുക്കുന്നുണ്ടല്ലോ, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. വരട്ടെ, എനിക്കൊരു സമയദോഷമായിരിക്കും, ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് മനസ്സിലെങ്കിലും ഞാൻ കരുതും. അപ്പോൾ അതൊരു പ്രത്യേക ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു പോയിന്റാണത്. അതുപോലെ എനിക്കൊന്ന് ഈ ഒരു വ്യക്തി ഇപ്പം 13/8 ആള് ജനിച്ചിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ആ ഒരു ദിവസം ജനിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ജനിച്ച എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കുമോ? ഈ ഒരു സ്റ്റോണും കാര്യങ്ങളും അല്ല, ഈ ഒരു അനുഭവങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും? ഡെഫിനറ്റ്ലി അങ്ങനെയല്ല. ഇപ്പം അദ്ദേഹം ജനിച്ച സമയം എന്ന് പറയുന്നത് 11 PM ആണ്. ഓക്കെ. ഇത് നമുക്ക് ഒരു 8 PM ജനിച്ചത് വിചാരിക്കുമോ? ഓക്കെ, അതായത് ഒരു 1 hour. 11 PM ആണ്. ഒരു 3 മണിക്കൂർ പുറകോട്ട് ജനിച്ചപ്പോൾ പുള്ളി കുംഭലഗ്നായി. ഓക്കെ, സെയിം ഡേ സെയിം ഡേയിൽ കുംഭലഗ്നം വന്നപ്പം
ഈ ലഗ്നാധിപനാണ് നീചത്തിൽ പോയിരിക്കുന്നത്, ഈ ശനി. ലഗ്നാധിപൻ നീച അവസ്ഥ വലിയ ദോഷകാരകനാണെന്ന് പറയാൻ പാടില്ല. കാരണം ഈ 12 ഹൗസിൻ്റെയും ഓണർഷിപ്പാണ് ലഗ്നം എന്ന് പറയുന്നത്. ആ ലഗ്നാധിപൻ തന്നെ ശനിയാണ്, പക്ഷെ ശനിക്ക് നീചാവസ്ഥയുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? തന്നെയല്ല, ഇതിനകത്ത് മറ്റേ പറഞ്ഞ ആൾക്ക് 2010 മുതൽ 17 വരെ ഉണ്ടായിരുന്ന ചൊവ്വയുടെ പീരീഡ് വളരെ എക്സലൻറ്റ് പീരീഡായിരുന്നു. കാരണം പുള്ളി ചൊവ്വയുടെ ലഗ്നവും ചൊവ്വയുടെ കൂറുകാരനും ഒക്കെയായിരുന്നു. അതുകൊണ്ട് ആ ചൊവ്വ ദശകാലം അദ്ദേഹത്തിന് വളരെ ഗുണം ചെയ്തു. ഇദ്ദേഹത്തിന് കുംഭലഗ്നം എന്ന് പറയുമ്പോൾ 6th ഹൗസിൽ ചൊവ്വ പോയി. അപ്പോൾ ഈ പീരീഡിൽ പുള്ളിക്ക് ഹെൽത്ത് വഴിക്കും ലയബിലിറ്റി വഴിക്കും സഹോദരി സിബ്ലിംഗ് സൈഡിൽ നിന്നുമൊക്കെ പുള്ളിക്ക് ഓപ്പോസിഷൻ ഉണ്ടാകും. കാരണം 3rd ഹൗസ് എന്ന് പറയുന്നത് സിബ്ലിംഗ് സൈഡാണ്. കുംഭത്തിൻ്റെ 3rd എന്ന് പറയുന്നത് മേടം. ആ മേടത്തിൻ്റെ അധിപൻ ചൊവ്വ പോയിട്ട് 6th ഹൗസിൽ പോയി നിൽക്കുന്ന ഹൗസ് ജലരാശിയും കർക്കിടകവും ഹൃദയഭാവമുണ്ട്, ശ്വാസം മുട്ടൽ പോലുള്ള സംഗതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. പിന്നെ ഈ പുള്ളി ഒരു ബിസിനസ്സുകാരനല്ല. ടോട്ടൽ ചേഞ്ച് ആവുന്നത്. ഇദ്ദേഹം വിദേശമായിട്ട് ബന്ധമുള്ള ആളായിരിക്കണം. 10ാം ഭാവാധിപൻ പോയി ജലരാശിയിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് കർമ്മം രംഗം എന്ന് പറയുന്നത് തന്നെ പുള്ളിയുടെ വിദേശത്തായിരിക്കണം. ഇപ്പം നമ്മളത് ഒരു 3 മണിക്കൂർ നമ്മൾ തന്നെ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തുണ്ടാക്കിയത്. അപ്പോൾ ഒരാളുടെ കറക്റ്റായിട്ടുള്ള ഗ്രഹനില അല്ല ഈ പറഞ്ഞത്. അതായത് ഏകദേശം ഒരു 3 മണിക്കൂർ, ഒരു സെയിം ദിവസം തന്നെ, പക്ഷേ മണിക്കൂറുകളുടെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ടൈമാണ്. അത് ബർത്ത് ടൈം വളരെ ഇമ്പോർട്ടൻ്റാണ്. ബർത്ത് ടൈം എന്തെല്ലാം പറഞ്ഞാലും ബർത്ത് ടൈം ഇമ്പോർട്ടൻ്റാണ്. അത് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആക്യുറസി കിട്ടത്തുള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് വരണം. ഒരു സ്റ്റോണ് കൃത്യമായിട്ട് സജസ്റ്റ് ചെയ്യണമെങ്കിലും കൃത്യമായ ഒരു ടൈം ഓഫ് ബർത്ത് വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ഇപ്പോൾ ടൈം മാറിയപ്പോൾ എല്ലാം മാറിയില്ലേ? അതെ, 3 മണിക്കൂറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ആളുടെ പോലും, ഇപ്പം ആളുടെ കൊടുക്കുന്ന രക്തമാണെങ്കിൽ പോലും എല്ലാത്തിനും ചേഞ്ചസ്. അതുകൊണ്ട് ചില സാറേ, ഞാനും അവനും ഒരേ ദിവസം ജനിച്ചത്, 10ാം ക്ലാസ് വരെ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചു, ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചു. ഇപ്പം അവൻ്റെ ലെവൽ എവിടെ, ഞാൻ എവിടെയാന്ന് ചോദിക്കും ഇല്ലേ? ചോദിക്കുന്നില്ലേ? അതാണ്. അപ്പം ഞാൻ പറയും, അയാൾക്കുള്ള മൈനസ് നിങ്ങൾക്ക് പ്ലസ് ആയിട്ട് കാണും. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തിട്ടാണ്, അല്ലെങ്കിൽ അത് നിങ്ങൾ കണ്ടെത്താത്തതുകൊണ്ടാണ്. അയാൾക്ക് ചിലപ്പോൾ കർമ്മരംഗം അയാൾ കാണുന്ന ഇതെല്ലാം അദ്ദേഹത്തിന് നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫോ അല്ല മറ്റ് പല പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ അയാളിട്ടൊന്നുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾക്കിപ്പോൾ അയാളുടെ അത്രയും പണമില്ല എന്നുള്ളൊരു കുറവ് മാത്രമല്ലേ ഉള്ളൂ. പണം നമുക്ക് എപ്പോഴും ആവശ്യമാണെങ്കിലും അധികം ആവശ്യമില്ല അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് ആണ് ആരും തമ്മിൽ കമ്പാരിസൺ കൊള്ളത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം. അതായത് നമ്മളെ വെച്ചിട്ട് മറ്റൊരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഒരിക്കലും നമുക്ക് ഇദ്ദേഹത്തിന് നമുക്ക് അയോലൈറ്റോ ബ്ലൂ സഫയറോ കൊടുക്കാം. ഇപ്പം മറ്റേ പുള്ളിക്ക് അത് കൊടുക്കാനേ മേലെ 9 മണിക്ക് ജനിച്ച 8 മണി അടുത്ത് ജനിച്ച കുംഭ ലഗ്നക്കാരന് അയോലൈറ്റ് അല്ലെങ്കിൽ അയോലൈറ്റാ ബെസ്റ്റ്. ആ നീചസ്ഥിതി ഉള്ളതുകൊണ്ട് അയോലൈറ്റ്, വലിയ ബ്ലൂ സഫയറിന് പോകണ്ട, അയോലൈറ്റ് കൊടുക്കാം. അപ്പോൾ നോക്കാം, അപ്പോൾ ഒരേ ദിവസം ജനിച്ചവർ 2 കല്ലാണ് യൂസ് ചെയ്യുന്നത്, 2 ടൈപ്പ് കല്ലുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ ദിവസം ജനിച്ചതുകൊണ്ടോ ഒരേ നാളിൽ ജനിച്ചതുകൊണ്ടൊന്നും കല്ലൊന്നാകുന്നില്ല. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു ടൈമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ധാരാളം വിവരങ്ങൾ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡും സമ്പന്നമായിരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. നന്ദി, നമസ്കാരം.